Hi all. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനെ പറ്റിയാണ്. സോ എന്താണ് ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് ന്യൂട്രീഷൻ, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം, എന്നാൽ അതിനൊരു സയൻറ്റിഫിക് ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ. സോ അതിനെ പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ എന്താണ് ഹെൽത്ത് എന്ന് നോക്കാം. സോ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഇൻ വിച്ച് ഡിസീസ് ആൻഡ് ഇൻഫോർമിറ്റി ആർ ആബ്സെൻറ്റ്. നമുക്ക് ഒരു നല്ല ഹെൽത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാണ്ട് ഫിസിക്കലും മെന്റലുമായിട്ട് നമ്മുടെ ഒരു സോഷ്യൽ വെൽബീയിങ്, അതിനെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഹെൽത്ത് ക്യാൻ ബി പ്രൊമോട്ടഡ് ബൈ എൻകറേജിങ് ഹെൽത്ത്ഫുൾ ആക്ടിവിറ്റീസ് such as regular physical exercise and reducing or avoiding unhealthful activities or situations such as smoking or excessive stress. ഓക്കെ, നമുക്ക് ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് നമുക്കൊരു എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ അതിന് നമ്മൾ വേണ്ടിയിട്ട് ഫിസിക്കൽ എക്സസൈസുകൾ, മെന്റൽ എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു നല്ല ഹെൽത്ത് ഉണ്ടാവും എന്ന് പറയും. അതുപോലെ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക, കറക്റ്റായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, നമ്മൾ ആൽക്കഹോളിസം, സ്മോക്കിംഗ്, സ്ട്രെസ്, എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സുകൾ എടുക്കാതിരിക്കുക. സോ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് കിട്ടും എന്നാണ് പറയുന്നത്. സോ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രീഷൻ മേ ബി defined as the science of food and its relationship to health. It is concerned primarily with the part played by nutrients in the body growth, develop and maintains. അതായത് ഫുഡിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി വിത്ത് ദ റിലേഷൻഷിപ്പ് ടു ഹെൽത്ത്, അതിനാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ അതിന് നമ്മൾ മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നത് ന്യൂട്രിയൻസ് ആണ്. നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു അഡിക്വേറ്റ് എമൗണ്ട് നമ്മുടെ ഹെൽത്തിന്റെ ഇത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ന്യൂട്രിയൻസ് എന്താണ്? ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് പ്രസന്റ് ഓർ കണ്ടെയ്ൻ ഇൻ ഫുഡ്. നമ്മുടെ ഫുഡിനകത്തുള്ള ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് വിച്ച് വി ഡെഫിനറ്റ്ലി റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അവർ ഫങ്ഷനിങ് ഓഫ് ബോഡി. ലൈക്ക് എക്സാമ്പിൾ പ്രോട്ടീൻസ്, വിറ്റമിൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ന്യൂട്രിയൻസിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, വിറ്റമിൻസ്, മിനറൽസ്, വാട്ടർ എക്സെട്ര. ന്യൂട്രിയൻസിനെ മെയിൻലി രണ്ട് ടൈപ്പായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാക്രോ ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം. സോ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നത് ബേസിസ് ഓഫ് ദ റിക്വയർമെന്റ്, എത്രത്തോളം അളവിൽ നമ്മുടെ ശരീരത്തിന് വേണം എന്നുള്ള ഒരു റിക്വയർമെന്റ് ബേസിലാണ് ഈ ന്യൂട്രിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ വന്നത്. സോ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്രോ മീൻസ് ലാർജ് ആയിട്ട് നമുക്ക് ഒരുപാട് അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ആണത്. സോ അതുപോലെ ദീസ് കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ് വിച്ച് പ്രൊവൈഡ് കലോറീസ് ഓർ എനർജി ഫോർ അവർ ആക്ടിവിറ്റീസ് ആൻഡ് ദിസ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത്, മെറ്റബോളിസം ആൻഡ് അതർ ബോഡി ഫങ്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആൻഡ് പ്രോട്ടീൻസ് എക്സെട്ര. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അളവിൽ മതി, നമുക്ക് ചെറിയ അളവിൽ ആവശ്യമുള്ളതിന്. മൈക്രോ മീൻസ് സ്മോൾസ്, അതുകൊണ്ട് തന്നെ കുറച്ച് അളവിലേ നമുക്ക് ആവശ്യമുള്ളൂ. മെയിൻലി നമ്മുടെ നെസസറി ഫോർ ദ ഹെൽത്തി ഫങ്ഷനിങ് ഓഫ് ഓൾ യുവർ ബോഡി സിസ്റ്റംസ് ഫ്രം ബോൺ ഗ്രോത്ത് ടു ബ്രെയിൻ ഫങ്ഷൻസ്, ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് മിനറൽസ് ആൻഡ് വിറ്റമിൻസ്. സോ ഇത് ന്യൂട്രിയൻസിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് ലിപ്പിഡ്സ്, പിന്നെ വാട്ടർ. ഇത് ഇത്രയും മാക്രോ ന്യൂട്രിയൻസ് ആണ്, നമുക്ക് ഒരുപാട് അളവിൽ വേണം നമ്മുടെ ശരീരത്തിൽ. പിന്നെ വരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, വിച്ച് കംസ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് മാക്രോ ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. സോ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള ബയോമോളിക്യൂൾസ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സംഭവം ലാർജസ്റ്റ് സിംഗിൾ സോഴ്സ് ഓഫ് എനർജി ഇൻ ദ ഡയറ്റ്, and providing 4 kilo calorie per gram and satisfy our institutional desire for sweetness. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആർ സബ്സ്റ്റൻസ് ഹാവിംഗ് ദ എംപിരിക്കൽ ഫോർമുല CH2OY. ഇത് കഴിയുമ്പോൾ C6 H2O, ഒരു നമ്മൾ ഷുഗേഴ്സിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ ഫോർമുല CHO. അപ്പോൾ എത്ര വേണം എന്നുള്ള അനുസരിച്ച് വരുന്ന ഒരു എംപിരിക്കൽ ഫോർമുല അങ്ങനെയാണ് വരുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ. സോ ഇത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസിന്റെ ഒക്കെ ഒരു
ഫങ്ഷണൽ സ്ട്രക്ചർ ആണ്. സോഴ്സസ് എന്തൊക്കെയാന്ന് നോക്കാം കാർബോഹൈഡ്രേറ്റ്സിന്റെ. മെയിൻ സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആർ സ്റ്റാർച്ച്, ഷുഗേഴ്സ്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ. സോ പിന്നെ ഇതിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്. So simple carbohydrates are found mainly in the foods such as fruits, milk and vegetables. പിന്നെ അത് കൂടാണ്ട് കേക്ക്, കാൻഡി ആൻഡ് അതർ റിഫൈൻഡ് ഷുഗർ പ്രോഡക്ട്സ് ആർ സിമ്പിൾ ഷുഗേഴ്സ് വിച്ച് ഓൾസോ പ്രൊവൈഡ് എനർജി ബട്ട് ലാക്ക് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആൻഡ് ഫൈബേഴ്സ്. സോ അതിനകത്ത് വെറും കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ നമ്മൾ റിഫൈൻഡ് ആയിട്ട് സാധനം കഴിക്കുന്നതിൽ. ഇപ്പൊ റിഫൈൻഡ് ഷുഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഡയറ്റും കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട്, മലയാളീസ് പൊതുവെ ഡയറ്റും കാര്യങ്ങളോട് കുറച്ച് ശ്രദ്ധയുള്ളത് കൊണ്ട് നമ്മളോട് പറയും നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക. ലൈക്ക് മൈദ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ വരുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കീഴിൽ വരുന്നതാണ്. അതിനകത്ത് വരുമ്പോഴത്തേക്കും വിറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഉണ്ടാവും ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിൽ. an എക്സാമ്പിൾ ആണ് ബ്രെഡ്സ്, ലെഗ്യൂംസ്, റൈസ്, പാസ്ത ആൻഡ് സ്റ്റാർച്ചി വെജിറ്റബിൾസ്. ഓക്കെ. പിന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് മെയിൻലി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റും മറ്റേത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും. അതെന്തൊക്കെയാണെന്ന് ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ കീഴിൽ വരുന്നതാണ് മോണോസാക്രൈഡ് ആൻഡ് ഡൈസാക്രൈഡ്, ഷുഗേഴ്സ് ടൈപ്പ് കാര്യങ്ങൾ. പിന്നെ കോംപ്ലക്സിന്റെ കീഴിൽ വരുന്നതാണ് ഒലിഗോസാക്രൈഡ്സ്. അതെന്ന് പറയുമ്പോൾ സ്റ്റാർച്ച് അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ. ഓക്കെ. അപ്പോൾ അതിൽ വരുമ്പോൾ ഒലിഗോസാക്രൈഡ്സും പോളിസാക്രൈഡ്സും, ഹ്യൂമൻ മിൽക്ക് ഒലിഗോസാക്രൈഡ്സ് ആൻഡ് സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, ഡയറ്ററി ഫൈബേഴ്സ്, ഇതൊക്കെ കോംപ്ലക്സിൽ വരുന്നു. മെയിൻ ഫങ്ഷൻസ് എന്താണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ? ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ് ഫ്യൂവൽ ഫോർ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. Carbohydrates and their derivatives play major roles in the working process of the immune system, fertilization, blood clotting and development. അപ്പോൾ നമുക്ക് എന്തോരം ഫംഗ്ഷൻസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസുകളെല്ലാം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. പിന്നെ എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് സർട്ടൻ അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ ഫോർ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ്സ്. പിന്നെ ഡയറ്റ്സ് ഹൈ ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് lower prevalence of obesity, heart disease, non-insulin dependent diabetes. And carbohydrates helps in digestion and in preventing constipation, mainly by absorbing water and increasing the bulk of the diet and stool. Dietary fibers എന്ന് പറയുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിന്റെ താഴെ തന്നെ വരുന്ന കുറച്ചൊരു സംഭവമാണ്, ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ദേ ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ഫുഡ്. നമ്മളോട് എപ്പോഴും പറയും ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കഴിക്കാൻ പറയും ഡോക്ടേഴ്സ്. മെയിൻലി വെജിറ്റബിൾസിലാണ് കാണുന്നത്. മെയിൻലി 2 ടൈപ്സ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് ഉള്ളത്, സെല്ലുലോസും നോൺ സെല്ലുലോസ് ആയിട്ടുള്ള ഫൈബേഴ്സ്. ആൻഡ് ഓൾസോ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു സൊല്യൂബിൾ ആൻഡ് ഇൻസൊല്യൂബിൾ. ഈ ഡയറ്ററി ഫൈബേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലുള്ള മൈക്രോഫ്ലോറോസ്, അതായത് നമ്മുടെ ഈ ആമാശയത്തിലൊക്കെ ഉള്ള ഈ ചെറുകുടലിലും ഇതൊക്കെ ഉള്ള മൈക്രോ ഓർഗാനിസംസുകൾ ഈ ഡയറ്ററി ഫൈബേഴ്സിനെ എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ബൾക്ക് ഓഫ് സ്റ്റൂൾ ആൻഡ് റെഡ്യൂസ് ദ ടെൻഡൻസി ഫോർ ദ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകളുടെ അടുത്ത് എപ്പോഴും പറയും ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പറയും, നല്ല വെജിറ്റബിൾസും നല്ല ഫ്രൂട്ട്സും കഴിക്കാൻ പറയും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ദേ ഓൾസോ ഹാവ് എ കൊളസ്ട്രോൾ ലോവറിങ് ആക്ടിവിറ്റി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫാറ്റ് റിഡക്ഷൻ. വണ്ണം കുറയ്ക്കാൻ പറയാറില്ലേ, വെജിറ്റബിൾസ് ഫൈബേഴ്സ് ഉള്ള കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാൻ പറയാറില്ലേ. യൂസ്ഫുൾ ഇൻ പേഷ്യൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡയബറ്റീസ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെ ഡിസീസുകളാണ് വന്നതെന്ന് നോക്കാം. ഡെഫിഷ്യൻസി ഡിസീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. But dietary carbohydrate is insufficient. Glucose synthesis depends on the breakdown, and long-term carbohydrate inadequacy results in increased production of organic compounds called ketones or ketosis. Recommended intake of carbohydrate എത്രയാണെന്ന് നോക്കാം നമുക്ക്. The Food and Agriculture Organization and World WHO Organization jointly recommend that 55 to 75% of total energy intake should be from carbohydrate. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 55 തൊട്ട് 75% വരെ നമുക്ക് വരാം, ബട്ട് ഓൺലി 10% ഡയറക്ട്ലി ഫ്രം ഷുഗേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് വന്നാണ് ഡയറ്ററി പ്രോട്ടീൻസ്. അതെന്തൊക്കെയാ നമുക്ക് നോക്കാം.
ഡയറ്ററി പ്രോട്ടീൻസ്, അതായത് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു മാക്രോന്യൂട്രിയൻസിൽ, നെക്സ്റ്റ് വരുന്നതാണ് പ്രോട്ടീൻസ്. സോ പ്രോട്ടീൻസ് ആർ ഹൈ മോളിക്കുലർ വെയിറ്റ് പോളിപെപ്റ്റൈഡ്സ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് joined together by peptide linkage. The word protein means that which is of first importance. Okay, and proteins are complex organic nitrogenous compounds containing nitrogen and often sulfur in addition to carbon, hydrogen and oxygen. ഒരു അഡൽട്ട് മാന്, അതായത് 70 കിലോ ഉള്ള ഒരു അഡൽട്ട് മാന് അബൌട്ട് 60% ഓഫ് ബോഡി വെയിറ്റ്, അയാളുടെ 60% ഓഫ് ബോഡി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 70 കിലോ ഉള്ള ആൾക്ക് ഏകദേശം 11 കിലോ അയാളുടെ ശരീരത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് വേണം. 43% in muscles and 60% in blood and 50% in milk. ഓക്കെ, അപ്പോൾ ഈ ഡയറ്ററി പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻ ആൻഡ് ബയോളജിക്കലി ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻസ്. ബയോളജിക്കലി കംപ്ലീറ്റ് പ്രോട്ടീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ they contain all the amino acids needed to build new proteins. Animal source of proteins tend to be complete. Incomplete proteins വരുമ്പോഴത്തേക്കും lack one or more amino acids that the body can't make at all or create by modifying another amino acid. സോ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കമന്റ് സെക്ഷനിൽ പറയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. എന്താണ് ബോഡിക്ക് നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സിന് നമ്മൾ എന്ത് പേര് പറയും? നമുക്ക് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ, നമ്മുടെ ബോഡിക്ക് സ്വയമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ബോഡിക്ക് നീഡഡ് ആയിട്ട് നമുക്ക് ബോഡി ഡയറക്റ്റ് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് നമ്മൾ എന്താണ് പറയുന്നത്? ഡയറക്റ്റ് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന അമിനോ ആസിഡ്സിന് എന്താ പറയുന്നത്? സോ എന്റെ ആൻസർ കമന്റ് സെക്ഷനിൽ പറയാം. സോ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? അമിനോ ആസിഡ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ദ അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ഇൻ ചെയിൻസ് ത്രൂ പെപ്റ്റൈഡ് bonds. So there are 20 amino acids required for protein synthesis and divided into two groups: essential amino acids and non-essential amino acids. Essential amino acids ആണ് നേരത്തെ ചോദിച്ചതിന്റെ ആൻസർ ആണത്. എന്താണ് എന്ന് പറയുന്നത് അതിന്റെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ ആണ്. They cannot synthesize by the body. Essential amino acids. Non-essential amino acids എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? Which can be synthesized by the body. So 9 essential amino acids ആണുള്ളത്, including leucine, isoleucine, lysine, methionine, threonine, valine, tryptophan, phenylalanine and histidine. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? 9 എണ്ണം കഴിഞ്ഞ് ബാക്കി വരുന്നത് എത്ര എണ്ണം വരുന്നുണ്ട്? അതത്രയും കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, ബാക്കി വരുന്ന നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ ഏതൊക്കെയാ വരുന്നതെന്ന് പറയാം. സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. ഹ്യൂമൻ ഒബ്റ്റെയിൻ പ്രോട്ടീൻ ഫ്രം 2 മെയിൻ ഡയറ്ററി സോഴ്സസ്, അനിമൽ സോഴ്സും പ്ലാന്റ് സോഴ്സും. അനിമൽ സോഴ്സിൽ വരുന്നത് മിൽക്ക്, എഗ്സ്, മീറ്റ്, ചീസ്, ഫിഷ്, പോൾട്രി ആൻഡ് ബട്ടർ. പ്ലാന്റ് സോഴ്സിൽ എന്തൊക്കെയാ വരിക? പൾസ്, സീരിയൽസ്, ബീൻസ്, നട്ട്സ്, ഓയിൽ സീഡ്സ്. ഓക്കെ, ഇത്രയും വരുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. എന്തൊക്കെയാണ് പ്രോട്ടീന്റെ ഫങ്ഷൻസ്? Functions of proteins include growth and development of the body, maintains repair and replacement of damaged tissues, part of metabolic and digestive enzyme and hormones, maintenance of the osmotic pressure, പിന്നെ proteins are essential for the immunity. Protein can also supply energy. 4 kilocalorie per gram. Deficiency of proteins എന്തൊക്കെ നമുക്ക് വരുത്തുന്നു നോക്കാം. അപ്പോൾ ഒന്നാണ് വാഷിയോകോർ. വാഷിയോകോർ എന്ന് പറയുന്ന ഒരു ഡിസീസ്. അതിന്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും എഡിമ, മെന്റൽ ചേഞ്ചസ്, പൂവർ അപ്പറ്റിക്, ഡീപിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ ആൻഡ് ഹെയർ ആൻഡ് ഗ്രോത്ത് റിട്ടാർഡേഷൻ. പിന്നെ വരുന്നൊരു ഡിസീസാണ് മരാമസ് എന്ന് പറയുന്നത്. അതിന്റെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ മസിൽ വാസ്റ്റിംഗ്, സിവിയർ ഗ്രോത്ത് റിട്ടാർഡേഷൻ, മാർക്ക്ഡ് വാസ്റ്റിംഗ് ഓഫ് സ്കിൻ ആൻഡ് ബോൺസ് ആൻഡ് ഡയറിയ. സോ വാഷിയോക്ക് എന്ന് പറഞ്ഞ ഡിസീസിന്റെ ഒരു പിക്ചറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കുട്ടികൾ ഗ്രഹണി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ, അതായത് വാരിയലൊക്കെ കാണാൻ പറ്റും, നമുക്ക് വയറൊക്കെ പുറത്തോട്ട് ചാടിയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ മരാമസ് ഉണ്ടോ? സിവിയർ മാൽന്യൂട്രീഷന്റെ കേസസിൽ വരുന്ന സംഭവങ്ങളാണ്. എല്ലുകളൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുക, വളർച്ചയൊന്നും ഉണ്ടാവാതിരിക്കുക, മുരടിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ
ഈ ടൈപ്സ് ഒക്കെ പിക്ചേഴ്സ് കാണുമ്പോൾ we have to know that how lucky we are that we have enough food for our need. ഇപ്പം ഫുഡ് കളയാതിരിക്കുക മാക്സിമം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പ്രൊവൈഡിങ് പ്രോട്ടീൻസ് ബൈ ട്രീറ്റിംഗ് കോംപ്ലിക്കേഷൻസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ഡിസോർഡർ. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആണ് പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, മാക്രോന്യൂട്രിയൻ. സോ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലിപ്പിഡ്സ് ആർ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് that contain carbon, hydrogen and oxygen like carbohydrates. Lipids dissolve in organic solvents such as petrol or chloroform but are usually insoluble in water. The word oil is used to refer to those lipids that are liquid at the room temperature such as groundnut and cottonseed oil. അതായത് ഓയിൽ എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ പറയുന്നത്, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എപ്പോഴും ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നതിന് നമ്മൾ ഓയിൽസ് എന്ന് പറയും. ലൈക്ക് എന്തുവാ groundnut oil, soybean oil and rice bran oil, cottonseed oil, ഇതൊക്കെ. While those are that solid called fats such as butter. അതായത് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ഫോമിലായിരിക്കില്ല, ബട്ട് ഒരു സോളിഡ് സ്റ്റേറ്റിലായിരിക്കും. അതിന് നമ്മൾ ഫാറ്റ്സ് എന്നാ പറയുക. സോ ഫാറ്റ്സ് വിച്ച് ബിക്കം ലിക്വിഡ് അറ്റ് ബോഡി ടെമ്പറേച്ചർ ലൈക്ക് ഗീ ആൻഡ് ബട്ടർ ആർ ഡൈജസ്റ്റഡ് ആൻഡ് മോർ റെഡിലി ദാൻ ബീഫ് ഫാറ്റ് which has a higher melting point. So lipids mainly two category ഉണ്ട്, ഫാറ്റ്സും ഓയിൽസും. ഓയിൽസ് നമ്മൾ എന്താ പറഞ്ഞത്, റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് കൺസിസ്റ്റൻസി, മറ്റേത് ഒരു സോളിഡ് സ്റ്റേറ്റ്. ബട്ട് ഇത് എന്ത് പറയാ, നമുക്ക് ഈ ഫാറ്റ്സ് പറയുമ്പോഴത്തേക്കും അതൊരു റൂം ടെമ്പറേച്ചറിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിലോട്ട് വരാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. So fats are classified as simple lipids, which is triglyceraldehyde, compound lipids, which means phospholipids, and derived lipids. Example, cholesterol. So lipids yield fatty acids and glycerols on hydrolysis. So simple lipids എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാ, esters of fatty acid with various alcohols-നെയാണ് നമ്മൾ സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് നാച്ചുറൽ ഫാറ്റ്സ്. അത് എക്സാമ്പിൾ ആണ് ട്രൈസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. വാക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് ആൽക്കഹോൾസ്. ട്രൂ വാക്സസ് മീൻസ് എസ്റ്റേഴ്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് വിത്ത് ആൽക്കഹോൾസ്. നെക്സ്റ്റ് വരുന്നത് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ്, എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് കൊളസ്ട്രോൾ. ആൻഡ് വിറ്റമിൻ എ ആൻഡ് വിറ്റമിൻ ഡി എസ്റ്റേഴ്സ്. ഇത്രയും സിമ്പിൾ ലിപ്പിഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് ആൽക്കഹോൾസ് ആൻഡ് അതർ ഗ്രൂപ്പ്സ്. എക്സാമ്പിൾ ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ്, സള്ളോലിപ്പിഡ്സ്, അമിനോലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടിയോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ്. നേരത്തെ പിന്നെ പറയുന്നതാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സോ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് കിട്ടുന്നത് സിമ്പിൾ ലിപ്പിഡ്സിന്റെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്നതിനാണ് നമ്മൾ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫാറ്റി ആസിഡ്സ്, മോണോഗ്ലിസറൈഡ്സ്, ആൽക്കഹോൾ, വിറ്റമിൻ എ, ഗ്ലിസറോൾ എക്സെട്ര. ഫാറ്റി ആസിഡ്സ് എന്താണ്? Fatty acids contains a chain of carbon atoms with hydrogen attached and a methyl group at the end of the carboxyl acid group at the other. Fatty acids are classified as essential fatty acids and non-essential fatty acids. So fatty acids la organic acids occurs in natural triglyceraldehydes and the monocarbolic carboxyl acids ന്റെ ഫോമിലാണ് നമ്മൾ മെയിൻലി കാണുന്നത് ഓർഗാനിക് ആസിഡ്സ്. അത് വരുമ്പോഴത്തേക്കും ടു ടൈപ്സ് ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും. അപ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ അഗെയിൻ ക്ലാസിഫിക്കേഷൻ ആണ്. അത് എക്സാമ്പിൾ ആണ് ഒലീക് ആസിഡും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ലിനോലിക് ആസിഡും. സോഴ്സസ് ഓഫ് ലിപ്പിഡ്സ് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ഡയറ്ററി ലിപ്പിഡ്സ് ആർ ഡിവൈഡ് ഫ്രം എ വൈഡ് വെറൈറ്റി ഓഫ് അനിമൽ ആൻഡ് പ്ലാന്റ് സോഴ്സസ്. അനിമൽ സോഴ്സിൽ വരുമ്പോഴത്തേക്കും അനിമൽ അഡിപ്പോസ് ടിഷ്യൂ, എഗ്സ്, fish oil, milk and milk products derived from milk fat, cream, butter, cheese and yogurt. Plant source il varumbathekkum vegetable seeds and nuts and plant leaves. So idu kaanichekna graphical representation aanu orthirikkan vendite. Functions of lipids എന്തൊക്കെയെന്ന് നോക്കാം. In addition to enhancing the flavor and palatability of food, lipids make an important contribution to adequate nutrition. അപ്പോൾ ലിപ്പിഡ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡിന് ഫ്ലേവേഴ്സും ടേസ്റ്റും കൂട്ടാൻ മാത്രമല്ല അതിന് അഡിക്വേറ്റ് ന്യൂട്രീഷനിലും നല്ലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്.
and they have mainly required for a range of metabolic and physiological process and to maintain the structural and functional integrity of a cell membrane. There are major source of energy. 1 gram of fat gives 9 kilocalorie of energy. Lipids are also the only form in which the body can store energy for a prolonged period of time. And those stored lipids in adipose tissue also serve to provide insulation, helps to control body temperature, and affords some physical protection in internal organs. Fats in the body support viscera such as heart, kidney, and intestines. And lipids are also required for the absorption of fat soluble vitamins. അപ്പം നമ്മുടെ ശരീരത്തിൽ ലിപ്പിഡ്സിന്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് മെയിൻലി നമുക്ക് ഇങ്ങനെ അഡിപ്പോസ് ടിഷ്യൂന്റെ കീഴിലൊക്കെ വന്ന് ഇങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് വണ്ണം ഇങ്ങനെ ഇടിഞ്ഞു തൂങ്ങി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാലത്തേക്ക് ഒരു പ്രൊലോങ്ഡ് കണ്ടീഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ് എനർജി സൂക്ഷിച്ചു. Recommended lipid intake എത്രയാന്ന് നോക്കാം. For the adults, dietary fat should provide at least 50 to 20% total energy. At least 50% of fat intake should consist of vegetable oil, which is essential fatty acid. Saturated fat intake should be less than 7 to 10% of total daily caloric intake. Infants-ലും young children-ലും dietary fat are equally important. At least until the age of 2 years, a child diet should contain about 40% of energy from fat. Health effects of dietary lipids. So, ഇതിനകത്ത് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഡിസീസുകൾ വരുന്നത്? കൊറോണറി ഹെർട്ട് ഡിസീസ്, ഒബീസിറ്റി ആൻഡ് സർട്ടൻ ക്യാൻസേഴ്സ്. നെക്സ്റ്റ് മാക്രോ ന്യൂട്രിയനിൽ വരുന്നതാണ്, ന്യൂട്രിയൻ അല്ല മാക്രോ കണ്ടന്റ് ആയിട്ട് വരുന്നതാണ് വാട്ടർ. സോ വാട്ടറിന് മെയിൻലി 60 to 70% of body weight water ആണ്. Water serves as the body transportation system, distributing nutrients and essential elements throughout the body. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് റിമൂവലിന് വാട്ടറിന് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട്. ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ബോഡി ടെമ്പറേച്ചർ. Daily recommendation for water intake varies in individuals related to climate, physical activity, age, body size and state of health. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ, ഒരു ദിവസം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് എത്ര ഗ്ലാസ് വെള്ളമാണ് കുടിക്കേണ്ടത്? കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. സോ വാട്ടറിന്റെ ഗുണങ്ങളാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. Composes 75% of your brain, regulates your body temperature, make up 83% of your blood, remove waste, composes 22% of your bones, cushions your joints, etc. നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈക്രോ ന്യൂട്രിയൻസ്, മിനറൽസ് ആൻഡ് വിറ്റമിൻസ്. നമുക്ക് ചെറിയ അളവിൽ വേണ്ട സാധനങ്ങൾ. ഫസ്റ്റ് മിനറൽസ് നോക്കാം. മിനറൽസ് ആർ മോർ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസ് കാറ്റഗറൈസ്ഡ് ആസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. മിനറൽസ് belong to the category of protective foods. So body needs minerals in small amounts, but they are absolutely essential for normal metabolism. നമുക്കൊരു 4 to 5% of the body weight അത്രയും മിനറൽസ് വേണം എന്നാണ് പറയുന്നത്. Minerals are required for growth, repair and regulation of vital body functions. Classification ചെയ്തിരിക്കുന്ന mainly macro minerals or micro minerals or trace minerals. Major or macro minerals, trace elements or micro minerals. Okay, trace minerals or trace elements or micro minerals. So majorly വരുന്ന എന്തൊക്കെ നോക്കാം. They are the minerals which your body needs in a larger amount. Okay, they include calcium, phosphorus, magnesium, sodium, potassium, chloride and sulfur. Trace minerals വരുമ്പോഴത്തേക്കും ചെറിയ അളവിലാണ് വേണ്ടത്, which include iron, manganese, copper, iodine, zinc, cobalt, fluoride and selenium. Functions of minerals എന്ന് പറയുമ്പോഴത്തേക്കും micronutrients perform structural and catalytic role including activation of enzymes and hormones. They also regulate metabolic process and participate in antioxidant enzyme system. Body needs a small but continuous intake of the minerals to maintain its structure and functions. And if metabolic needs of these salts are not met, deficiency occurs, causing symptoms which vary in the mineral element involved. So mainly functions എന്ന് പറയുമ്പോഴത്തേക്കും catalytic characters,
പിന്നെ നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ ബോഡിക്ക് വേണ്ട ഇൻടേക്ക്, കണ്ടിന്യൂസ് ഇൻടേക്കുകൾ അതിന്റെ സ്ട്രക്ചറിനെ ഒക്കെ ബാധിക്കുക, അതിന്റെ ഫങ്ഷൻസിനൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കത് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറച്ച് സിംറ്റംസും ഡെഫിഷ്യൻസിയും ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ മിനറൽസിന്റെ സോഴ്സസ് എന്നൊക്കെ പറയുന്നത്. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് വിറ്റമിൻസ്. സോ വിറ്റമിൻസിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേ ആർ എ ക്ലാസ് ഓഫ് organic compounds characterized as essential nutrients. They are required by the body in a very small amount. They fall in the category of micronutrients. Mainly two type ഉണ്ടെന്ന് അറിയാലോ, വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസും ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻസും. സോ വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻസ് ഓർത്തിരിക്കാൻ എളുപ്പം നമ്മൾ പറയണത് എന്താ, അഡീക്, വിറ്റമിൻ എ, ഡി ആൻഡ് വിറ്റമിൻ ഇ ആൻഡ് കെ. ഫാറ്റ് സൊല്യൂബിൾ വരുമ്പോൾ ബിയും സിയും മാത്രം. വിറ്റമിൻ എ എന്ന് പറയുന്നത് it covers both a preformed vitamin, retinol, and provitamin. Beta carotene, some of which is converted in retinol in the intestinal mucosa. So, ഇതിന്റെ ഇന്റർനാഷണൽ യൂണിറ്റ്, അതായത് IU യൂണിറ്റ് വിറ്റമിൻ എ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2 മൈക്രോഗ്രാം ഓഫ് റെറ്റിനോൾ ആണ് നമുക്ക് പെർ ഡേ നമുക്ക് വേണ്ടത്. ഫങ്ഷൻസ് ഓഫ് വിറ്റമിൻ എ എന്താന്ന് നോക്കാം. നമ്മുടെ വിറ്റമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വിഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന്റെ കുറവുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാവുക, നമ്മുടെ കണ്ണിന്റെ കാഴ്ചകളായിരിക്കും കൂടുതൽ അത് ബാധിക്കുക. വിറ്റമിൻ എ കോൺട്രിബ്യൂട്ട്സ് ദി പ്രൊഡക്ഷൻ ഓഫ് റെറ്റിനൽ പിഗ്മെന്റ്സ് വിച്ച് ആർ നീഡഡ് ഫോർ വിഷൻ ലൈറ്റ്സ്. It is necessary for maintaining the integrity and normal functioning of granular epithelial tissues which line intestinal, respiratory and urinary tracts as well as the skin and eyes. It supports growth and especially skeletal growth. It is anti-intensive, which it may also protect against some epithelial cancers such as bronchial cancers. Deficiency of vitamin എന്തായിരിക്കും കോസ് ചെയ്യുക? നാച്ചുറലി ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളായിരിക്കും നൈറ്റ് ബ്ലൈൻഡ്നസ്, കൺജങ്ക്റ്റിവൈറ്റൽ സിറോസിസ്, ബിഗോട്ട്സ് സ്പോട്സ്, കോർണിയൽ സിറോസിസ് ആൻഡ് കെരാറ്റോമാലേഷ്യ. നെക്സ്റ്റ് വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി. So nutritionally important forms of vitamin D in man are calciferol and cholecalciferol. Okay. എവിടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടാന്ന് പറയാം. ഓക്കെ. ഇൻറ്റസ്റ്റൈനില് ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റസ്റ്റൈൻ പ്രൊമോട്ട്സ് ഇൻറ്റസ്റ്റൈനൽ അബ്സോർബേഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. ബോണിലാണെങ്കിൽ സ്റ്റിമുലേറ്റ്സ് നോർമൽ മിനറലൈസേഷൻ, എൻഹാൻസ് ബോൺ റീ അബ്സോർപ്ഷൻ, അഫക്ട്സ് കൊളാജൻ ആൻഡ് മെച്ചുറേഷൻ. കിഡ്നിയിലാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ട്യൂബുലാർ റീ അബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ ഡി. ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് മെയിൻലി കോസ് ചെയ്യുന്ന റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന ഡിസീസാണ്. രണ്ടും ബോൺ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ്. നെക്സ്റ്റ് വന്നതാണ് തൈമിൻ. അപ്പോൾ വിറ്റമിൻ ബി ആണ് തൈമിൻ എന്ന് പറയുന്നത്. തൈമിൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻ ആണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. തൈമിൻ പൈറോഫോസ്ഫേറ്റ്, ദ കോഎൻസൈം ഓഫ് co-carboxylase plays a part in activating trans-ketolase, an enzyme involved in the direct oxidative pathway for glucose. Deficiency of thiamine എന്തൊക്കെയാണ് നമുക്ക് കോസ് ചെയ്യാൻ നോക്കാം. മെയിൻലി ബെറിബെറിയും എർണിക്സ് എൻസെഫലോപ്പതിയാണ് നമുക്ക് കോസ് ചെയ്യുന്നത്. ബെറിബെറി മെയിൻലി ഒക്കേഴ്സ് 3 മെയിൻ ഫോംസ്: പെരിഫറൽ ന്യൂറൈറ്റിസ്, കാർഡിയാക് ബെറിബെറി ആൻഡ് ഇൻഫന്റൈൽ ബെറിബെറി. മെയിൻലി ഇൻഫന്റൈൽ ബെറിബെറി എന്ന് പറയുന്നത് കുട്ടികളിൽ 2 മാസം തൊട്ട് 4 മാസം വരെയുള്ള കുട്ടികളുടെ കാണിക്കുന്നത്. മെയിൻലി അഫക്റ്റഡ് ബേബീസ് ഈസ് യൂഷ്വലി ബ്രസ്റ്റ് ഫെഡ് ബൈ എ thiamine deficient mother who commonly shows signs of peripheral neuropathy. Ernst encephalopathy is characterized by ophthalmoplegia, polynucleitis, ataxia and mental deterioration. Vitamin B6 പിന്നെ വരുന്നതാണ് pyridoxine എന്ന് പറയുന്ന വിറ്റമിൻ. It exists in the forms of pyridoxine, pyridoxal and pyridoxamine. So vitamin B6 ന്റെ another names ആണ് ഈ പറയുന്നത് കേട്ടോ. It plays an important role in the metabolism of amino acids, fats and carbohydrates. The requirement of adults vary directly with the protein intake. Adults may need 2 mg per day during pregnancy and lactation 2 mg per day. Adultsന് 2 mg per day ആണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റ് ചെയ്യുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ആണെന്നുണ്ടെങ്കിൽ 2.5 mg per day വേണം.
Balanced diets usually contain pyridoxine, therefore deficiency is rare. നെക്സ്റ്റ് വരുന്നത് വിറ്റമിൻ B12. വിറ്റമിൻ B12 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് വിത്ത് എ കൊബാൾട്ട് ആറ്റം. The preparation which is therapeutically used is cyanocobalamin. Vitamin B12 cooperates with the foliate in the synthesis of DNA. Vitamin B12 has a separate biochemical role unrelated to folate in synthesis of fatty acids and myelin. Vitamin B12 deficiency is mainly associated with the megaloblastoanemia അല്ലെങ്കിൽ pernicious anemia, demyelinating neurological lesions in the spinal cord and infertility. അതായത് നമ്മുടെ ന്യൂറോളജിക്കൽ ലീഷൻസ്, സ്പൈനൽ കോഡിൽ ഉണ്ടാകുന്ന ന്യൂറോളജിക്കൽ ലീഷൻസ് ആണ് ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ കോസ് ചെയ്യുന്നത്. ഡയറ്ററി ഡെഫിഷ്യൻസി ഓഫ് B12 may arise the subjects who are strict vegetarians and eat no animal products. At the present time, there is a little evidence that vitamin B12 deficiency anemia represents an important public health problem. സോ പ്യുവർ വെജിറ്റേറിയൻസിനാണ് മെയിൻലി ഈ ഒരു ഡെഫിഷ്യൻസി കാണിക്കാറ്. നോർമലി നമ്മുടെ ഡയറ്റിനകത്ത് ഇത് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു ഇത് കാണിക്കാറില്ല, ഡെഫിഷ്യൻസി കാണിക്കാറില്ല. പക്ഷെ ചില സ്ട്രിക്ട് വെജിറ്റേറിയൻസ് കേസിൽ, അതായത് ഈ പാൽ കുടിക്കൂല, സ്ട്രിക്ട് വിഗാൻസ് എന്നൊക്കെ പറയൂലേ, അവർക്കൊക്കെ ഇതിന്റെ ഡെഫിഷ്യൻസി കാണിക്കാറുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് വിറ്റമിൻ സി. ഇപ്പോൾ വിറ്റമിൻ സി എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം വിറ്റമിൻ സിയുടെ ബെനിഫിറ്റുകൾ എന്താണ്. പിന്നെ ഈ കൊറോണ കാലത്ത് വിറ്റമിൻ സിനെ പറ്റി ഒരുപാട് നമ്മളോട് പറയായിരുന്നു. വിറ്റമിൻ സി കണ്ടന്റുള്ള ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അപ്പം മെയിൻലി എന്തായിരിക്കും, ഇമ്മ്യൂണിറ്റിയാണ്. സോ വിറ്റമിൻ സി ഈസ് another water soluble vitamin. It is the most sensitive of all vitamins to heat. Man, monkey and guinea pig are perhaps the only species known to require vitamin C in their diet. Vitamin C has an important role to play in tissues oxidation. It is needed for the formation of collagen. Collagen അറിയാലോ, ഏറ്റവും സ്കിന്നിന് വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ വിറ്റമിൻ സി സിറംസ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് സ്കിന്നിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പുതിയ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിലുണ്ട്, വിച്ച് അക്കൗണ്ട്സ് ഫോർ 25% ഓഫ് ടോട്ടൽ ബോഡി പ്രോട്ടീൻ. ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ സി എന്താ മെയിൻലി കോസ് ചെയ്യുന്നത്? സ്കർവി എന്ന് പറയുന്നത് ഡിസീസാണ്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ സോളോവൻ ഓഫ് ബ്ലീഡിങ് ഗംസ് ഒക്കെയാണ് പറയുന്നത്. സബ്ക്യൂട്ടേനിയസ് ബ്രൂസിനിങ് ഓഫ് ബ്ലീഡിങ് ഇൻ ടു ദ സ്കിൻ ആൻഡ് ജോയിന്റ്സ് പറയാറുണ്ട്. ഡിലേഡ് വുഡ് ഹീലിംഗ്, anemia and weakness are another deficiency. Scurvy, which was once an important deficiency disease, is no longer a disease of important world importance. സോ ഇതൊരു ഓവറോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് നീഡഡ് എന്നാണ് ഇതിനകത്തൊരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നല്ലൊരു ഫ്രൂട്ട്, അതല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സിംബോളിക് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ് ഇതെല്ലാം കണ്ടന്റ് ചെയ്യുന്ന ഒരു ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് ആണ് നമുക്കൊരു നല്ല ഹെൽത്തി പേഴ്സൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.